ഇന്നെ പറ്റി എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ എൻ്റെ പാട്ടിനെ പറ്റി പറയരുത്, അത് ഞാൻ സമ്മതിക്കില്ല. നമ്മുടെയൊക്കെ സാധാരണ സംസാരത്തിനിടയിൽ ചിലരിൽ നിന്നുണ്ടാകുന്ന അഭിപ്രായ പ്രകടനങ്ങളാണ് ഞാനീ പറഞ്ഞത്. ചില സമയത്ത് നമ്മളും ഇതേപോലെയൊക്കെ പറയാറുണ്ട്. പിന്തുടരുന്ന ആശയങ്ങൾക്ക് വേണ്ടി, താല്പര്യമുള്ള പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ജീവത്യാഗം വരെ ചെയ്യാൻ സന്നദ്ധരാകുന്നവരാണ് പലരും. വിശ്വാസങ്ങളുടെയോ വിനോദങ്ങളുടെയോ ഒക്കെ പേരിലാണ് ഇത്തരം മാനസികാവസ്ഥ മനുഷ്യനിൽ സംജാതമാകുന്നത്. ഒരായുസ് മുഴുക്കെ നിരർത്ഥകമായി തീരാൻ ഈ മനോനില കാരണമായേക്കും. ഉടമയാകണമെന്ന അതിയായ ആഗ്രഹമുള്ള അടിമകളാണ് മനുഷ്യർ. നിങ്ങൾ അടിമകൾ മാത്രമാണ് എന്ന് സൃഷ്ടാവ് നമ്മെ നിരന്തരം ബോധ്യപ്പെടുത്തുന്നുണ്ട്. അധ്വാനം കൊണ്ട് അധികാരത്തെയും ഐശ്വര്യത്തെയും നമുക്ക് ഉടമപ്പെടുത്താം. അതുകൊണ്ടൊന്നും അഭീഷ്ടങ്ങളെ അതിജയിക്കാനാവണമെന്നില്ല. അടിമയായിരിക്കുക എന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യന് മാറി നിൽക്കാനാവില്ല. അറിഞ്ഞും അറിയാതെയുമൊക്കെ ഉടമയുടെ അധികാരത്തിന് കീഴിലായി പോവുകയാണ്. അടിമത്വം പേറുന്നത് പക്ഷേ അംഗീകരിച്ചുകൊണ്ടായിരിക്കണമെന്നില്ല. ആശയങ്ങൾ കടിമപ്പെടുന്നവരുണ്ട്, ആസക്തികൾ കടിമപ്പെടുന്നവരുമുണ്ട്. ആവശ്യങ്ങൾ ആസക്തികളായി മാറാറുണ്ട്. അധികാരം, പണം, ലഹരി ഇവയൊക്കെ ആസക്തികളായി മാറുന്നവയാണ്. താൻ ഇഷ്ടപ്പെടുന്നതിനെ തൻ്റെ ഉടമയാകാൻ അനുവദിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. തൻ്റെ ഉടമയ്ക്ക് വേണ്ടി എന്തും സമർപ്പിക്കാനുള്ള സന്നദ്ധത ഇത്തരുണത്തിൽ മനുഷ്യൻ പ്രകടമാക്കും. ആയുസ്സും അഭിമാനവും നഷ്ടപ്പെടുത്താൻ തയ്യാറാകും. വ്യക്തികൾക്ക് വേണ്ടിയോ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയോ ചാവേറുകളാകാൻ വരെ അവർ സന്നദ്ധരാകും. യഥാർത്ഥ ഉടമയോടല്ലാത്ത ഈ വിധേയത്വം കർമ്മങ്ങളെ അർത്ഥശൂന്യമാക്കുകയും നിഷ്ഫലമാക്കി കളയുകയും ചെയ്യും. വൈകാരിക അടിമക്കൂട്ടായ്മകളെ നമുക്ക് ഫാൻസ് എന്ന് സൗകര്യപൂർവ്വം വിളിക്കാം. കലാകായിക താരങ്ങളുടെ ഫാൻസ്, തത്വദർശനങ്ങളുടെ ഫാൻസ്, കോമാളിത്തരങ്ങൾക്കും ആഭാസങ്ങൾക്കും വരെ ഫാൻസുകളായിട്ടുണ്ട്. ബുദ്ധിശൂന്യ സമൂഹത്തെ നയിക്കാൻ കെൽപ്പുള്ള നിരവധി കുഴലൂത്തുകാർ അനുദിനം ഉദയം ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. കുഴലൂത്തുകാർക്ക് വേണ്ടി അക്രമാസക്തരാവുന്ന ഇത്തരം അനുയായികളിൽ, അടിമകളിൽ നമ്മൾ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അടിമകൾ ഉടമകൾക്ക് വേണ്ടി മരിക്കാം. മരണശേഷവും ഉടമ നമുക്ക് വേണ്ടി നിലകൊള്ളുമെങ്കിൽ പ്രസ്ഥാനത്തിന് വേണ്ടി യുദ്ധം ചെയ്യാം. യുദ്ധാനന്തരമുള്ള കഷ്ടനഷ്ടങ്ങൾക്കും പ്രയാസങ്ങൾക്കുമെല്ലാം പ്രസ്ഥാനം കൊണ്ട് പകരം നിൽക്കാൻ സാധിക്കുമെങ്കിൽ തന്നെപ്പോലെയുള്ളവരുടെ തന്നെ തിട്ടൂരങ്ങൾക്ക് വേണ്ടി തന്നെയും തൻ്റേതും നഷ്ടപ്പെടുത്താതിരിക്കണം. ഉടമയെ തിരിച്ചറിയുക, ഉടമയുടെ കഴിവിനെക്കുറിച്ച് ബോധവാനാവുക, നിർദ്ദേശിക്കപ്പെട്ട വഴികളിലൂടെ ഉടമയ്ക്ക് വേണ്ടി നിലകൊള്ളുക. തനിക്ക് വേണ്ടതെല്ലാം തന്നവനാണ്, തരുന്നവനാണ് എന്ന ബോധം ഉടമയെക്കുറിച്ചുണ്ടാവുക. മറ്റെന്തിനേക്കാളും ഉടമയെ സ്നേഹിക്കുക. കർമ്മങ്ങളും സേവനങ്ങളും എല്ലാം ഉടമയ്ക്ക് വേണ്ടിയുള്ളതാണ്. തൻ്റെ ജീവിതവും മരണവുമെല്ലാം ഉടമയുടെ പ്രീതിക്ക് വേണ്ടിയാണ്, അഥവാ ഉടമയുടെ നിയന്ത്രണത്തിലാണ്. ഇന്ന സ്വലാത്തി വനുസുഖി വ മഹയായ വ മമാത്തി, എൻ്റെ ജീവിതവും മരണവുമെല്ലാം എൻ്റെ ഉടമയ്ക്ക് വേണ്ടിയുള്ളതാണ്. ദിനേന 5 തവണ ഇത് തുറന്നു പറയുന്നവനാണ് വിശ്വാസി. അതവൻ്റെ നിർബന്ധ കാര്യവുമാണ്. ഉടമ അള്ളാഹുവാണ്. ഈ ജീവിതം അവനിൽ ചേരാനുള്ളതാണ്. അത് സാധ്യമായാൽ പിന്നെന്ത് വേണം? റബ്ബ് തുണക്കട്ടെ, ആമീൻ. മുബഷിർ മഞ്ചേരിയാണത്. സുബഹി നിസ്കാര ശേഷം ഓടാനിറങ്ങിയതാണ്. ആർക്ക് വേണമെങ്കിലും ഓടാം, വ്യായാമം ചെയ്യാം. വിശാലമായ സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. ഇത്തരം സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലുമുണ്ട്. അധികൃതരുടെ മനസ്സിൻ്റെ താഴ് തുറന്നു കിട്ടാനാണ് പ്രയാസം. ശാരീരികക്ഷമതയും മാനസിക ഉല്ലാസവും ലഭ്യമാക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ ആരും കുത്തകയാക്കി വെക്കരുത്. എങ്ങനെ വരുമാനമുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നതിനപ്പുറം ജനങ്ങൾക്ക് ഉപകാരപ്പെടണമെന്ന ചിന്ത വളർന്നു വരണം. അതെങ്ങനെ? സാമൂഹ്യ വിരുദ്ധരുടെ സ്വൈരവിഹാരം തടസ്സപ്പെടുത്തരുതല്ലോ. നേരത്തെ പറഞ്ഞ പോലെ അവരാണ് നമുക്ക് വേണ്ടി മരിക്കാനുള്ളവർ. പ്രഭാത സവാരി നമുക്ക് റോഡിൽ തന്നെ തുടരാം. സ്വന്തം ദേഹത്തിനും കുടുംബത്തിനും ഒരല്പം സുരക്ഷിതത്വം ലഭിക്കുന്നത് നമ്മുടെ നാട്ടിൽ പൊതുനിരത്തുകളിൽ തന്നെയാണ്. ആരോഗ്യപൂർണ്ണമായ ശരീരവും അടിമത്വം പേറാത്ത മനസ്സുമായി ദീർഘകാലം ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം.